നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഇന്നൊരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി. ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃദയ ഭാവയാമി. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള ആ നാരായണമൂർത്തിയായിട്ടാണ് കേട്ടോ ഉള്ളത്. മഹാപ്രഭുവായിട്ട് ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ തന്നെയാണ്. ശംഖചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ കളഭാലങ്കാരം വരുന്നത്. നമ്മുടെ മഹാപ്രഭുവിനെ നമ്മുടെ ഈ ഒരു സത്സംഗ വേദിയിലേക്ക് സാദരം നമ്മളെ ക്ഷണിച്ച് ശ്രേഷ്ഠ ആചാര്യ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യമല്ല, ഞാൻ ആ മെസ്സേജ് വായിക്കാം കേട്ടോ. നിഷ പി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് സവിത, വളരെ അധികം ക്ഷമയുള്ള കുട്ടിയാണ് സവിത. എന്ത് പറയാൻ, കാരണം മോസ്റ്റ്ലി എല്ലാ വീഡിയോസിലും ഏത് നാരായണീയം ആണ് വാങ്ങേണ്ടത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകും. സവിത ഏതിനും ആൻസർ നൽകും. വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് എന്ന് അവർ പറയും. എന്നിട്ടും അധിക വീഡിയോയിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ചില ആൾക്കാർ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിയാൻ ചോദിക്കും. പക്ഷേ ഇത്തരം ആവർത്തന ക്വസ്റ്റ്യൻ ഒഴിവാക്കി അവർക്ക് ഉത്തരം കിട്ടാൻ ലേറ്റ് ആകും. അതുകൊണ്ട് സവിതയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ എടുക്കണം. സവിതയെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ഉച്ചപൂജയുടെ വീഡിയോ കേട്ട് നാരായണീയ നാമം 3366 തവണ ചൊല്ലി ഭഗവാന് സമർപ്പിക്കുന്നുണ്ട്. 12 നമസ്കാരം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിഷ ചേച്ചിയുടെ ഈ ഒരു സജഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ സ്വീകരിക്കുന്നു ഈ സജഷൻ. ഒരുപാട് പേര് ആവർത്തന വിരസത ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറയുന്നതിൽ വളരെയധികം ഖേദമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാത്ത ഒരാളാണ് കേട്ടോ. എത്ര തവണ ചോദിച്ചാലും ആൻസർ പറയുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഞാൻ എന്നും വീഡിയോ കാണുന്ന ആളാണ്, എന്നാലും ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ട് തലേ ദിവസത്തെ വീഡിയോയിലത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ചിലപ്പോൾ അവർ ഇന്ന് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം വരുന്നത് നാരായണീയ പാരായണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉള്ള സമയക്രമവും ശുദ്ധാശുദ്ധങ്ങളുമാണ് കേട്ടോ. ഇത് ഞാൻ കോമൺലി പറയാം. ഇതിലിപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിലും ഒരുപാടെണ്ണം അങ്ങനെ വരുന്നുണ്ട്. കോമൺലി പറയുകയാണെങ്കിൽ ഭഗവാനെ, ഈശ്വരനെ ആശ്രയിക്കാൻ സമയപരിധികൾ ആരും തന്നെ നിശ്ചയിച്ചിട്ടില്ല. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നോക്കൂ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഏത് നിമിഷമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ. രാത്രി കാലങ്ങളിൽ അനേകം പ്രസവങ്ങൾ നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ അനേകം കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ഏത് സമയം വേണമെങ്കിലും ജനിക്കാം അല്ലേ. അതേമാതിരി തന്നെ ഏത് സമയവും നമുക്ക് മരണവും സംഭവിക്കാം. 24 മണിക്കൂറുള്ളതിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം മരണപ്പെടില്ല, പിന്നെ പിറ്റേ ദിവസം മാത്രമേ മരിക്കുള്ളൂ എന്നൊരു നിയമമില്ല. ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം. ഇതേമാതിരിയാണ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് ഈശ്വരനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതിപ്പോൾ ഗുരുവായൂരപ്പനാണെങ്കിലും ആദിപരാശക്തിയാണെങ്കിലും ഉണ്ണിഗണപതിയാണെങ്കിലും മഹാദേവനാണെങ്കിലും ഇന്ന ഈശ്വരനില്ല, ഏത് ഈശ്വരനെ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. എന്നാൽ ഇനി നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ടേ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിയമങ്ങൾ പാലിക്കണം. ഒരല്പസ്വല്പം ശുദ്ധം പാലിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അല്പസ്വല്പത്തിൻ്റെ കണക്ക് എന്താ സവിത എന്ന് ചോദിച്ചാൽ പല അമ്മമാരും ചോദിക്കാറുണ്ട്, തല കുളിക്കാതെ നമസ്കരിക്കാൻ പാടൂ, തല നനയ്ക്കാതെ നാമം ചൊല്ലാൻ പാടൂ, തല കഴുകാതെ നാരായണീയം വായിക്കാൻ പാടൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അല്പസ്വല്പം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വരുന്നത് ഇവിടെയാണ്. നോക്കൂ, ഒരു 50 വയസ്സിലും മേലെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അധികം അശുദ്ധികൾ വരാൻ സാധ്യതയില്ല അവർക്ക് ഇല്ലേ.
ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അനേകം തരത്തിലുള്ള അശുദ്ധികൾ നമ്മിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് അനേകം തരത്തിലാണ് കേട്ടോ. പീരീഡ്സിൻ്റെ അശുദ്ധി മാത്രമൊന്നും അല്ല ഉണ്ടാവുക, പീരീഡ്സിൻ്റെ അശുദ്ധി ഉണ്ടായിരിക്കാം. ഇനി അതില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധമായിട്ടുള്ളത്, ഇപ്പോൾ ഒരു എലി എങ്ങാനും ചത്ത് കിടക്കുന്നുണ്ട് എവിടെയെങ്കിലും, നമുക്ക് എടുത്ത് മറവ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ എന്തായാലും. അത് നമ്മുടെ ഒരു അശുദ്ധി തന്നെയാണ്. ബാത്റൂം ടോയ്ലറ്റ് നമുക്ക് വൃത്തിയാക്കേണ്ടി വന്നു, അതൊരു അശുദ്ധിയാണ്. അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കളയേണ്ടി വന്നു, കൈകാര്യം ചെയ്യേണ്ടി വന്നു, ഇതൊരശുദ്ധിയാണ്. നോൺ വെജ് കഴിക്കുന്നതും മാത്രമൊന്നുമല്ല ശുദ്ധി എന്ന് പറയുന്നത്. സ്വല്പം ശുദ്ധങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. എന്നാൽ ഇതൊക്കെ 50 വയസ്സിന് ശേഷം വരുന്ന സ്ത്രീകൾക്ക് ഈ ഒരു പ്രാരബ്ധങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് 50% കുറവാണ് കേട്ടോ. കാരണം അവരുടെ ഗൃഹത്തിൽ അവരെക്കാൾ താഴെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യാന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത്തരം സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് കുളിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉത്തമം. ഇനി കുളിക്കാൻ സാധിക്കാത്ത ആൾക്കാർ, തല നനയ്ക്കാൻ വയ്യ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് അല്ലേ. അപ്പോൾ ഈ തല നനയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ കണ്ഠം വരെയുള്ള സ്നാനം എന്നാണ് ആചാര്യൻ പറയാറുള്ളത്. മേല് കഴുകുക എന്ന് തന്നെയാണ് നമ്മൾ സാധാരണ പദം ഉപയോഗിക്കുമ്പോൾ. മേല് കഴുകി കഴിഞ്ഞാൽ ഒരു വെള്ളം കൈക്കുമ്പിളിൽ എടുത്തിട്ട് ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തളിക്കാം നമുക്ക് ശുദ്ധാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താലും ശുദ്ധമാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരല്പസ്വല്പം ശുദ്ധം പാലിച്ചുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈശ്വരനെ ആശ്രയിക്കാവുന്നതാണ്. അതിന് നേരമില്ല, കാലമില്ല, ഒന്നുമില്ല. ഇനി ആ ഒരു ചോദ്യം നിങ്ങളിൽ നിന്ന് ആവർത്തിച്ച് കേൾക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. എന്നാലും നിങ്ങൾ ചോദിക്കും, ഞാൻ പറയൂട്ടോ, ഞാനത് പറയില്ല എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷേ നിഷ ചേച്ചി പറഞ്ഞതൊരു വലിയ കാര്യമാണ്. ആകെ 4 ക്വസ്റ്റ്യനെ എടുക്കുന്നുള്ളൂ എങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാതെ പോകുന്നത് പലരും ഈ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെ എന്നാണ് എൻ്റെ ഉത്തരം. എന്താ ചെയ്യാല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ ആരാന്നൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഉത്തരങ്ങളുടെ ലെങ്ത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ഉത്തരം പറയുമ്പോൾ ലെങ്തിയായി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അനേകം കാര്യങ്ങൾ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും അനുസ്മരിക്കാൻ മറന്നു പോകും. ഇപ്പം ഞാൻ പറഞ്ഞ ആൻസറിൽ നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങൾക്കും ഉള്ള ഉത്തരമുണ്ട്. കാരണം ഇപ്പോൾ മേല് കഴുകുക മാത്രം ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് ഒരു പരിഹാരമല്ലേ. ഇതേമാതിരി അനേകം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ തൊടിയിച്ചെങ്കിലും നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലെങ്തിയാണ് ആൻസർ എന്ന് പറയുന്നവർക്ക് ഇൻസ്റ്റൻ്റ് ആയ ആൻസർ കിട്ടുന്നവരിലേക്ക് തിരിയുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അടുത്തതായിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏകാഗ്രമായി കണ്ണടച്ച് പ്രാർത്ഥിക്കാറാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല, തുറന്നു പിടിച്ച് ശ്രീകോവിലിൽ നോക്കി പ്രാർത്ഥിക്കണം എന്ന് ഈയിടെ കേട്ടു. എന്താണ് സവിതയുടെ അഭിപ്രായം എന്ന് പറയണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രശ്മി സുരേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം കണ്ണുകൊണ്ട് നിറയെ കണ്ടുകൊണ്ട് തൊഴു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്ര ചൈതന്യം കണ്ണു നിറയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അവിടം വരെ പോകുന്നത്. മനസ്സ് ഏകാഗ്രമാക്കി കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല, ശ്രീകോവിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഏകാഗ്രമായ സ്ഥലത്ത് പോയിരുന്നാൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാനെ കാണാനാണ്. നേത്രൈ ശ്രോത്രൈശ്ച പീത്വ എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ ഭഗവാനെ കുടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാനെ അത്രയധികം നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ ഏതൊക്കെ തരത്തിൽ സാധിക്കുമോ ആ തരത്തിലൊക്കെ. നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ വീട് കോഴിക്കോടോ പാലക്കാടോ കണ്ണൂരോ അല്ലെങ്കിൽ എറണാകുളമോ ആലപ്പുഴയോ തിരുവനന്തപുരമോ ഒക്കെയാണ്. ആ ഭാഗത്ത് നിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നത്. ബസ്സും ട്രെയിനും കാറും ഒക്കെ കയറി വളരെയധികം ബുദ്ധിമുട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന
2-3 മണിക്കൂർ വരിയിലൊക്കെ നിന്ന് ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് കാണുകയാണ്. ആ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, 2 കൈയിലും വെണ്ണ അങ്ങനെ പിടിച്ചിട്ട് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് വട്ടുകോണകമൊക്കെ ഉടുത്ത് ആ താമരപ്പൂവിൽ അങ്ങനെ കയറി നിന്ന് ചിരിച്ചു കണ്ട് നീ വന്നോ എന്ന് ചോദിക്കുന്ന സമയം 2 കണ്ണും അടച്ചിരിക്കുക നമ്മൾ. എന്താ സ്ഥിതി അല്ലേ? അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എത്ര രസകരമായിരിക്കും അല്ലേ? ഈ എല്ലാ യാത്രകളുടെ ബുദ്ധിമുട്ടുകളും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായും. ആ ഉണ്ണികൃഷ്ണന്റെ ദിവ്യ വിഗ്രഹം ഒരു നിമിഷം കണ്ടാൽ, ആ കളഭത്തിന്റെ ഗന്ധം കിട്ടിയാൽ, ആ വനമാല, ആ തുളസിയുടെ ഗന്ധം കിട്ടിയാൽ അല്ലേ, അപ്പൊ അതല്ലേ നമ്മൾ വേണ്ടത്. ഭഗവാനെ കണ്ണുകൊണ്ട് കുടിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ണു നിറച്ച് കണ്ടോളൂ എന്നാണ്. അതുപോലെ കാതുകൊണ്ട് കുടിക്കൂ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ കേട്ടുകൊണ്ടും ഭഗവാന്റെ ആ എന്താ പറയുക നാമസങ്കീർത്തനങ്ങളെല്ലാം കേട്ടുകൊണ്ട്. മൂക്കുകൊണ്ട് കുടിക്കുക എന്ന് പറയും. ഇനി അതെങ്ങനെയാ? കളഭത്തിന്റെ ഗന്ധം, അതുപോലെ തന്നെ തുളസിയുടെ ഗന്ധം, ഇതൊക്കെ നമ്മൾ ഗുരുക്ഷേത്രത്തിന്റെ ആ ഒരു നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന നിമിഷം കിട്ടൂട്ടോ നമുക്ക് ഈ ഒരു മണം. അപ്പോൾ ഇതൊക്കെ കണ്ണും കാതും മൂക്കും ഒക്കെ തുറന്നു വെച്ച് മാക്സിമം നമ്മളുടെ ഉള്ളിലേക്ക് ആക്കേണ്ടതാണ് കേട്ടോ. അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണോ വരുന്നതെങ്കിൽ അനേകം ഭാഗങ്ങളുണ്ട്. കൂത്തമ്പലത്തിൻ്റെ അവിടെ ആവാം, പടിഞ്ഞാറ നടയിലാവാം, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്ന് കണ്ണടച്ചുകൊണ്ട് എന്ത് രൂപത്തിലാണോ നിങ്ങൾ ശ്രീലകത്ത് ആ ഉണ്ണികൃഷ്ണനെ കണ്ടത്, ആ രൂപം അപ്പോൾ ഒന്ന് ധ്യാനിച്ചു നോക്കൂ. ഉണ്ണി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നമ്മുടെ മനസ്സിൽ. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഉണ്ണികൃഷ്ണനെ കണ്ണിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, നിറയെ കണ്ടു കഴിഞ്ഞാൽ, മണ്ഡപത്തിൻ്റെ ഇപ്പോൾ ഒക്കെ മണ്ഡപം തൊഴിലേ ഉള്ളൂ, ഏകാന്തം തൊഴിലേ ഉള്ളൂ, തൊഴുത് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ ആ നിമിഷം ഞാനൊന്ന് കണ്ണടയ്ക്കും. ഉള്ളിലേക്ക് ഇങ്ങോട്ട് കിട്ടിയില്ലേ എന്നൊന്ന് നോക്കണതാണ് കേട്ടോ. പല നിമിഷങ്ങളിലും ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങോട്ട് കിട്ടിയില്ലേ എന്നുള്ളൊരു തോന്നൽ, ഒരു നോക്കലാണത്. അപ്പം എൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് തന്നെ കാണൂ ഗുരുവായൂരപ്പനെ. അതാണ് വേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് ലതിക പ്രദീപ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഐക്യമത്യ പുഷ്പാഞ്ജലി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരുമിച്ച് കഴിക്കണോ എന്ന്. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വഴിപാടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അടുത്തതായിട്ട് പത്മ എന്ന ഭക്തയാണ്. എനിക്കിത് ചാനലിലൂടെ പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പത്മ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. മഞ്ജുലാലിൻ്റെ അടുത്തുള്ള പ്രതിമ പൂന്താനമാണോ അതോ കുചേലനാണോ? പറഞ്ഞു തരണം സവിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഞ്ജുലാൽ ക്ഷേത്ര പരിസരത്തെ കുചേല പ്രതിമ വീണ്ടും പ്രതിഷ്ഠിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ കുചേല ദിനത്തിന് എന്നൊക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പല പല ന്യൂസിലൂടെ അല്ലേ. എന്നാൽ കൃഷ്ണാര്യമിത്രം അങ്ങനെ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടേ ഇല്ല. എന്താ കാരണം എന്നറിയോ? എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പൂന്താനാണ്. കാരണം എന്താ വെച്ചാൽ മഞ്ജുളാലുമായിട്ട് ബന്ധമുള്ളത് പൂന്താനത്തിനാണ്. മാത്രമല്ല അവിടെ നിന്ന് ഈ പുതിയ പ്രതിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പഴയ പ്രതിമ എങ്ങനെയായിരുന്നു എന്നറിയോ? 2 കൈ ഇങ്ങനെ നീട്ടി വെച്ച ഭാവത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ ഗ്രന്ഥക്കെട്ടുണ്ടായിരുന്നു. മുണ്ട് സാധാരണ കേരളീയ രീതിയിൽ ഉടുത്തുകൊണ്ടായിരുന്നു. ഒരു ഓലക്കുട പിടിച്ചുകൊണ്ടായിരുന്നു. താടിയൊക്കെ വെച്ച രൂപത്തിൽ ചിരിച്ച പൂന്താനത്തിൻ്റെ വേഷവിധാനം വർണ്ണിക്കുന്ന രീതിയിലാണ് അവിടെ ആ പ്രതിമ ഉണ്ടായിരുന്നത്. എന്നാൽ കുചേലൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ രീതിയിൽ ധോത്തി പോലെ ഉടുക്കുന്നതാണ് കുചേലൻ്റെ ആ ഒരു രീതി ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ കേരളീയ രീതിയിൽ മുണ്ടുടുക്കുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഉണ്ടാവുക, ആ രീതിയിലായിരുന്നു പണ്ട് പൂന്താനത്തിൻ്റെ മുന്നത്തെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നത്. അതല്ലാതെ ഈ ധോത്തി താറ് അങ്ങനെ പോലെയെല്ലാം ഉടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാത്രമല്ല ഗ്രന്ഥക്കെട്ടാണ് അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ സമയത്തും പൂന്താനം കയ്യിൽ കരുതുന്നത് ഗ്രന്ഥക്കെട്ടാണ് എന്ന് എടുത്തെടുത്ത ആചാര്യന്മാർ പറയാറുണ്ട്. മാത്രമല്ല ഈ മഞ്ജുളയുടെ കാര്യം, മഞ്ജുളയുടെ കഥ, മഞ്ജുള വാരസ്യാരുടെ കഥയിൽ പൂന്താനമാണ് മഞ്ജുളയെ ആ ആൽത്തറയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ ആൽത്തറയും മഞ്ജുളയും മഞ്ജുള വാരസ്യാരും മഞ്ജുളാലും ഒക്കെ തമ്മിലുള്ള ബന്ധത്തിൽ പൂന്താനമാണ് അനുസ്മരിക്കപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ പ്രതിമ പൂന്താനമാണ് എന്നാണ് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്നാൽ അനേകം ഭക്തരെ വിശ്വസിക്കുന്നത് അത് കുചേലനാണ് എന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് കുചേലനാണ്. കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണന്
അതിൻ്റെ സത്യത്തിനേക്കാളും പ്രാധാന്യം എന്തിനാണെന്നറിയോ? ഭക്തനാണ്. അദ്ദേഹം ഭക്തൻ എന്താണോ പറഞ്ഞത് അതാണ് ശരി. ഇപ്പൊ നമ്മൾ ഉണ്ണികൃഷ്ണനോട് പോയി പറയാണ്, ഉണ്ണികൃഷ്ണ ഇപ്പൊ ഉണ്ടല്ലോ ഉദിച്ചു നിൽക്കുന്നത് സൂര്യനൊന്നും അല്ല കേട്ടോ, ചന്ദ്രനാണ്. ഇപ്പൊ ഉണ്ടല്ലോ രാത്രിയാണ് കേട്ടോ, പകലല്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറയും, നിനക്കിഷ്ടം ഇപ്പൊ രാത്രിയാവാനാണോ? നീ രാത്രിയാണെന്ന് തന്നെയാ വിശ്വസിക്കണ്ടേ. ഉണ്ണികൃഷ്ണനും രാത്രിയാണോ കേട്ടോ വിശ്വസിക്കണേന്ന് പറയും. അത്രയ്ക്ക് ഭക്തപ്രിയനാണ് ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, അത് കുചേല പ്രതിമയായിട്ടാണോ തോന്നുന്നത് എങ്കിൽ അത് കുചേലനാണ്. എനിക്ക് തോന്നുന്നത് അത് പൂന്താനാണ് എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കത് പൂന്താനാണ്. എനിക്കിത് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അനേകം പ്രമുഖ വ്യക്തികളെല്ലാവരും അത് കുചേലനാണ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ലാത്ത ഞാൻ അതിലൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല തോന്നിയോണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടോ, എന്നാൽ കുട്ടി പറഞ്ഞോളൂ എന്ന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതായിട്ടാണ് കേട്ടോ ഞാൻ കണക്കാക്കണത്. അടുത്തതായിട്ട്, നമസ്കാരം മോളെ, എൻ്റെ മോൻ പോയിട്ട് 1 വർഷമായി. ആത്മാവിനെ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കണേന്ന് പ്രാർത്ഥിക്കണേ എന്നാണ് രാജി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. രാജി ചേച്ചിക്ക് മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവട്ടെ. ഉണ്ണികൃഷ്ണനെ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ്റെ അടുത്തുണ്ട് രാജി ചേച്ചിയുടെ ഉണ്ണി എന്ന് ഉറച്ചു വിശ്വസിക്കൂ. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട്, സിന്ധു എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, എൻ്റെ പേര് സിന്ധു. ഞാൻ ഗുരുവായൂരിൽ വരുമ്പോൾ വെണ്ണയും നെയ്യും കൊണ്ടുവരാറുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ കൈകൊണ്ടുണ്ടാക്കി അത് ഭഗവാനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് നാലമ്പലത്തിൽ മണ്ഡപത്തിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത് ശ്രീലകത്തേക്ക് എടുക്കുമ്പോൾ. ഇന്ന് സവിത പറയുന്നത് കേട്ടു, ഷീട്ടാക്കിയാലാണ് ശ്രീലകത്തേക്ക് എടുക്കുക എന്ന്. അങ്ങനെയെങ്കിൽ രസീതോടു കൂടി വേണോ മണ്ഡപത്തിൽ വെക്കാൻ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഏത് വഴിപാട് സാധനങ്ങൾക്കും ഒരു തരത്തിലുള്ള റെസിപ്റ്റും എടുക്കണ്ട. നമ്മൾ ചേന കൊണ്ടുവരികയാണെങ്കിൽ റെസിപ്റ്റ് എടുക്കണ്ട, നമ്മൾ കടുക് കൊണ്ടുവരികയാണെങ്കിൽ റെസിപ്റ്റ് എടുക്കണ്ട, നമ്മൾ ചൂല് കൊണ്ടുവരികയാണെങ്കിൽ റെസിപ്റ്റ് എടുക്കണ്ട, നമ്മൾ വെണ്ണയോ തൈരോ പാലോ എന്ത് കൊണ്ടുവരികയാണെങ്കിലും റെസിപ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ശ്രീലകത്ത് നേദിക്കുന്നതിന് നമ്മൾ റെസിപ്റ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കൊണ്ടുവന്നതല്ല അവർ നേദിക്കാൻ എടുക്കുക. ഇവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് നിവേദ്യത്തിനായിട്ട് എടുക്കുക. അത് നമ്മുടെ വക കൂടി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്റ്റ് എടുക്കുന്നത്. ഇതിൽ നെയ്യും വെണ്ണയും ഉണ്ടാക്കി കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്യ് അകത്തേക്ക് എടുക്കും, ശ്രീലകത്തേക്ക് എടുക്കും. വെണ്ണ പക്ഷെ നേദിക്കാനുള്ളതാണ്, അത് ശ്രീലകത്തേക്ക് എടുക്കില്ല. വിഷമമൊന്നും വിചാരിക്കരുത്. നെയ്യ് എന്തായാലും അകത്തേക്ക് എടുക്കും കേട്ടോ. ശ്രീലകത്ത് കത്തുന്ന ഓരോ തിരിയും നെയ്ത്തിരി ആണല്ലോ. അതുമാത്രമല്ല, എല്ലാത്തിനും നെയ്യ് എന്തിനൊക്കെ ഉപയോഗിക്കും അതിനൊക്കെ നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കുന്ന നെയ്യ് എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ വെണ്ണ അവിടെ തയ്യാറാക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ തയ്യാറാക്കുന്നതാണ് ഇവിടെ എടുക്കാറുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വക അതിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തതായിട്ട്, ലതാ ഗംഗാധരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, എനിക്ക് സന്ധ്യ ആവുമ്പോൾ ഭയങ്കര പേടിയാണ്, ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കാനൊക്കെ. ഞാൻ കുറേയൊക്കെ നാമം ജപിക്കുന്നുണ്ട്, രാത്രി ഒറ്റയ്ക്ക് കിടക്കാനും ഒക്കെ പേടിയാണ്. ഇപ്പോൾ എൻ്റെ മോൾക്കും ഇതേപോലെ തന്നെയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു മറുപടി തരുമോ എന്നാണ് ലത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. പേടിയില്ലാത്ത മനുഷ്യരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ അല്ലേ. ഇപ്പോൾ ഇരുട്ടത്തിരിക്കാനും ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാനും ഒക്കെ സാധാരണ രീതിയിൽ കുട്ടികളിലാണ് പേടി കൂടുതൽ കാണാറുള്ളത്. എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല പേടിയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പേടിയുള്ള സമയത്ത് നമ്മൾ നാമം ജപിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറ്. നാമം ജപം കുറയുമ്പോഴാണ് പേടി കൂടുക എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ്. എന്നാൽ ഏത് പ്രായക്കാർക്കും ഭയം എന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എന്തിനാണ് ഭയം ചോദിച്ചാൽ, ഇപ്പോൾ ഇരുട്ടിനെ പേടിയില്ലാത്ത ആൾക്കാരുണ്ടാവും, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കാൻ പേടിയില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളോടും പേടിയുണ്ടാവും, പരാജയ ഭയം ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ എന്ത് തരത്തിലുള്ള പേടിയാണെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാനോ കിടക്കാനോ ഒക്കെയുള്ള പേടി തുടങ്ങി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ 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 സന്ദർഭങ്ങളിലെ ഭയം ഉൾപ്പെടെ എന്ത് പേടി മാറാനും നാരായണ കവചം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ.
അതിൻ്റെ പേര് പോലെ തന്നെ നാരായണനാൽ നമ്മളിൽ ഒരു കവചം തീർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഈ നാരായണ കവചം എന്താണെന്നറിയാത്ത ആൾക്കാരോട് നാരായണീയവും നാരായണ കവചവും ഒന്ന് തന്നെയാണോ എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. ഒന്നല്ല കേട്ടോ, രണ്ടും രണ്ട് തന്നെയാണ്. നാരായണ കവചം എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമാണ്. നാരായണീയം എന്നത് വേറെ ഒരു കാവ്യം തന്നെയാണ്, ഒരു ഗ്രന്ഥം തന്നെയാണ്. ഭാഗവതത്തിലെ 6ാമത്തെ സ്കന്ധത്തിലെ ഒരു അധ്യായമാണ് നാരായണ കവചം എന്ന് പറയുന്നത്. ഇത് വിജയത്തിനായിട്ട് ഇന്ദ്രദേവന് ഉപദേശിക്കപ്പെട്ട മന്ത്രമാണ്. സാക്ഷാൽ നാരായണനെ ആശ്രയിക്കാനുള്ള മന്ത്രമാണ് ഇത്. നാം ഓരോരുത്തരും ചൊല്ലുന്നതിലൂടെ നമ്മളിലെല്ലാം ഒരു വിജയത്തിൻ്റെ ശക്തിയായിട്ട് മാത്രമല്ല, ഒരു കവചമായിട്ട്, ഒരു പ്രൊട്ടക്ഷനായിട്ട് ഈ ഒരു മന്ത്രം പ്രവർത്തിക്കും എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. ഇനി ഇത് ഗുരുമുഖത്ത് നിന്ന് ഉപദേശം ലഭിച്ചാലേ ചെയ്യാൻ പാടുള്ളൂ ചോദിച്ചാൽ അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് ശ്രീ ഗുരുവായൂരപ്പനെ തൻ്റെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് നാരായണ കവചം ചൊല്ലാം. ശുദ്ധം നോക്കണം എന്നേ ഉള്ളൂ. ഏത് സമയത്ത് ചൊല്ലാം, എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. ഇനി എത്ര തവണ ചൊല്ലണം എന്നും കൂടെ ചോദിക്കും. എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. ഇനി രാത്രി കിടക്കുമ്പോഴത്തെ പേടിയും ഒറ്റയ്ക്കിരിക്കാനുള്ള പേടിയും ഒക്കെ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ കുഞ്ഞു 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 കഥകൾ അനുസ്മരിക്കുക, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോട് സംസാരിക്കുക. ഇതിൽ ഏത് വേണമെങ്കിലും ആവാട്ടോ. കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ ആ ഒരു കഥകൾ അനുസ്മരിച്ചാൽ കുറച്ചും കൂടി നമുക്ക് രസകരമായിരിക്കും കേട്ടോ. ഈ എന്താ പറയുക, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്നൊന്നും നമുക്ക് ധ്യാനത്തിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പം അതിന് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞാൽ ആചാര്യൻ പറയാറുള്ളത്, കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ. കുഞ്ഞു കസവും മുണ്ടൊക്കെ എടുത്ത് ഗോപിക്കുറിയൊക്കെ തൊട്ട് ആ തലമുടിയൊക്കെ നേരെയാക്കി അതിലൊരു മയിൽപ്പീലിയൊക്കെ കുത്തി 2 മാലയൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ട് കയ്യിൽ ഓടക്കോലൊക്കെ പിടിച്ചു വരുന്ന ഉണ്ണികൃഷ്ണനെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ പേടിയെന്നല്ല, നമ്മുടെ ചിന്തകളിലൊക്കെ പോസിറ്റീവായി മാറും. അതുകൊണ്ട് അതൊരു നല്ല മാർഗം തന്നെയാണ്, അങ്ങനെ ചെയ്യാം. ഒപ്പം നാരായണ കവചം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്നത് അത്യുത്തമമാണ്. പീരീഡ്സ് ഒഴിവാക്കണം കേട്ടോ. പീരീഡ്സിൽ ചൊല്ലേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് കടങ്ങൾ മാറാൻ കൃഷ്ണനാട്ടത്തിലെ ഏതു ഭാഗമാണ് നടത്തേണ്ടത് എന്നാണ് രാധിക എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത്. വിവിധവദം കൃഷ്ണനാട്ടംകളിയാണ് കേട്ടോ. വിവിധവദം കൃഷ്ണനാട്ടംകളി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ വിവിധവദം കൃഷ്ണനാട്ടംകളിയിലാണ് കുചേലവൃത്തം കഥയൊക്കെ വരുന്നത് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സുധാമാവിനെ കുചേലനെ കുബേരനാക്കിയ കഥ എന്ന് പറയാറില്ലേ, സുധാമാവിനെ അനുഗ്രഹിച്ച ആ കഥയൊക്കെ വരുന്നത് വിവിധവദം കൃഷ്ണനാട്ടംകളിയിലാണ്. അതുകൊണ്ട് കൃഷ്ണനാട്ടംകളി ഏതാ ഷീട്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, കാർഷിക അഭിവൃദ്ധിക്ക്, വ്യാവസായിക അഭിവൃദ്ധിക്ക്, കടം മാറാൻ, ധനമുണ്ടാവാൻ ഒക്കെ വിവിധവദം കൃഷ്ണനാട്ടം കളിയാണ് ഷീട്ടാക്കേണ്ടത്. ഇതിന് 3000 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണോ വിവിധവദം കൃഷ്ണനാട്ടംകളി നടക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഷീട്ടാക്കാൻ പറ്റും, നേരിട്ടാണെങ്കിൽ. അല്ല, ഓൺലൈൻ വഴിയാണെങ്കിൽ 2 ദിവസം മുൻപ് ഷീട്ടാക്കേണ്ടതാണ് കേട്ടോ. ഏത് ദിവസം ഷീട്ടാക്കാം എന്നുള്ളത് ദേവസ്വം മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഡേറ്റുകൾ ഉണ്ടാവും. വിവിധവദം കൃഷ്ണനാട്ടംകളി ജനുവരി മാസത്തിൽ ഇന്ന ദിവസങ്ങളിലാണ് എന്ന് ഉണ്ടായിരിക്കും. അതിൽ ഏത് ദിവസമാണോ നമ്മൾക്ക് പറ്റുക ആ ദിവസം പ്രിഫർ ചെയ്യാം. അങ്ങനെയാണ് ഷീട്ടാക്കേണ്ട വിധം കേട്ടോ. അടുത്തതായിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കണ്ണനെ കാണാൻ എല്ലാ ആഴ്ചയും വന്ന് തൊഴാൻ പറ്റുമോ, അതോ മാസാമാസം വന്ന് തൊഴുതാൽ മതിയോ, എന്താണ് വേണ്ടത് എന്നാണ്. ദിവസവും വന്ന് തൊഴണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാസം ആഴ്ച അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. എപ്പോഴാണോ ഉണ്ണികൃഷ്ണനെ കാണണം എന്ന് തോന്നണതോ ഓടി ഇങ്ങോട്ട് വന്നേക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മയുടെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ശോഭ എന്നാണ് ആ ആൻറ്റിയുടെ പേര് കേട്ടോ. ആൻറ്റി തൃശ്ശൂർ നിവാസിയാണ്. ആൻറ്റി പറയും, പുറത്തേക്ക് മാർക്കറ്റിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി ഗുരുവായൂർ ബസ് അടുത്ത് വന്ന് നിന്ന് ഗുരുവായൂർ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം ഞാൻ ബസ്സിൽ കയറിയിരിക്കുന്നു. എനിക്ക് അത്രയും ഉണ്ണികൃഷ്ണനെ കാണാതെ വയ്യാന്ന് പറയും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ആൻറ്റി ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഫോൺ വിളിച്ച് പറയുക ചെയ്യുക, ഇതേ ഞാൻ ഗുരുവായൂർ ബസ് കണ്ടു, അതുകൊണ്ട് കയറിയിരുന്നു, ഞാൻ പോവാണ് ഗുരുവായൂർക്ക്, തൊഴുതിട്ട് വരാമെന്ന് പറയും. അപ്പോൾ അത്രയും ഭഗവാനോട് അറ്റാച്ച്മെൻ്റ് ആണ് ആ ആൻറ്റിക്ക്. ഇതേമാതിരി അനേകം പേരുണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ ദിവസവും മാസവും അങ്ങനെയൊന്നും കണക്കൊന്നും വെക്കണ്ട. നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ, എത്ര കണ്ടാലും നമുക്ക് മതിയാവുക, എത്ര കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് മതിയാവുക, എത്ര അനുഗ്രഹം കിട്ടിയാലും നമുക്ക് മതിയാവുക. എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്ത മനസ്സാണ് നമ്മുടെ അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും. ഈവൻ നമുക്ക് ഗുരുവായൂരപ്പനെ കണ്ടാൽ പോലും മതിയാവില്ല എന്നല്ലേ പറയാ. അപ്പോൾ എപ്പോഴെപ്പോഴാണോ അങ്ങേക്ക് ഒഴിവ് കിട്ടുന്നത് അപ്പോഴപ്പോൾ ഓടി ഗുരുവായൂരപ്പനെ വന്ന് കണ്ടു തൊഴുതോളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് കാഞ്ചന ചേച്ചിയുടെ ഒരു വിഷമാണ് കേട്ടോ. നമസ്കാരം സവിത, വീഡിയോ കാണാൻ വൈകി. എൻ്റെ ചോദ്യങ്ങളൊന്നും ഇപ്പം കാണാറേ ഇല്ല. എന്ത് പറ്റി സവിത? തുടക്കം മുതലുള്ള ചേച്ചിയല്ലേ. ഞാൻ സവിതയുടെ കഥ പറയുന്ന രീതിയും അവതരണവും ആ ചിരിയും ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു കാഞ്ചന ചേച്ചി. ഞാൻ വേണം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും ഒഴിവാക്കണില്ല. കണ്ണിൽ പെടുന്ന മുറയ്ക്ക് ഓരോ ക്വസ്റ്റ്യനും എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഒരാളുടെ ചോദ്യം ഒഴിവാക്കണില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. പിന്നെ ലൈവ് വരാത്തത് എന്താണ്, അതോ എനിക്ക് കിട്ടാത്തതാണോ എന്ന് 2-3 പേര് ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ ലൈവ് വന്നിട്ട് കുറേ ദിവസമായി. ആർക്കും കിട്ടാത്തതല്ല, എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകൾ വന്നതുകൊണ്ടാണ് ലൈവ് വരാത്തത്. 2-3 ദിവസത്തിനുള്ളിൽ ലൈവ് വരാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ കേട്ടോ. അടുത്തതായിട്ട് ചേച്ചി, ഒരു ദിവസം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ ഒരു വീഡിയോ ചെയ്യാമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വരെയുള്ള എല്ലാതും എന്നാണ് നീതു എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം കേട്ടോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ അറിയും, അതിലെന്തൊക്കെ നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, എനിക്ക് കിട്ടുന്ന അനുഗ്രഹം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളും ഉണ്ടാവും. ഓരോ ആവശ്യവും പറഞ്ഞിട്ടാവും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോവുക അല്ലേ. അപ്പോൾ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഭഗവാൻ നമ്മളെ സഹായിക്കട്ടെ. അതിന് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രാർത്ഥനകൾ വ്യത്യസ്തമാവും, അനുഗ്രഹങ്ങളും വ്യത്യസ്തമാവും. ഇത് പറഞ്ഞപ്പോഴാണ് 2 കൃഷ്ണാനുഭവങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ആദ്യത്തെ കൃഷ്ണാനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എന്നെ ഒരു ഭക്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് വന്നിരിക്കുന്ന വീഡിയോ ഞാൻ ഗുരുവായൂരപ്പന് ചന്ദനം ചാർത്തുന്നതിനെ കുറിച്ചാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രീലകത്ത് ചന്ദനം ചാർത്തിയിട്ട് ഉള്ള വിഗ്രഹം ഏത് സമയത്താണ് എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഭഗവാന്റെ വിഗ്രഹം 3ാമത്തെ ഗർഭഗൃഹത്തിലാണ് ഇരിക്കുന്നത്. ശ്രീലകത്ത് തന്നെ 3 അറകളുണ്ട്. ഈ 3ാമത്തെ അറയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുറച്ച് ദൂരെയാണ്. അപ്പം നമുക്ക് കാണാൻ എളുപ്പമുണ്ടാവും. ചന്ദനം ചാർത്തിയ ആ ഒരു നെയ്വിളക്കിൻ്റെ ശോഭയിൽ കുറച്ചും കൂടി തിളങ്ങി കാണാൻ സാധിക്കും, കുറച്ച് അകലേക്കൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭക്ത ഇന്നലെ വിളിച്ചത്. ആ ഭക്തയുടെ ചോദ്യം ഇതായിരുന്നു, ശരിക്കും അവിടെ 3 അറകളുണ്ടോ എന്ന്. അപ്പം ഞാൻ ഇത് തന്നെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ചോദിക്കണേ? ഉണ്ടല്ലോ, ആ ശ്രീലകത്ത് എത്ര പേരെ നിൽക്കാൻ പറ്റും? ഒരാൾക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ലോ, അറ്റ് എ ടൈം ഒന്നിലധികം ആൾക്കാർ എന്തായാലും ശ്രീലകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അല്ല, അങ്ങനെയല്ലല്ലോ, നമുക്ക് കണ്ടാൽ അറിയാലോ, ഒരു 4-5 പേരോ അല്ലെങ്കിൽ 8 പേരൊക്കെ കയറാൻ സാധിക്കുന്ന അത്രയും വലിപ്പമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭക്ത പറയാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നന്നായിട്ട് കാണാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭഗവാനെ എന്തായാലും അടുത്തൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാൻ സോപാനം തൊഴിലുള്ള ദിവസമാണ് എത്തിയത്. സോപാനം തൊഴിലിൻ്റെ സമയത്ത് ഞാൻ കണ്ടത് ഭഗവാനെ തൊട്ട് ശ്രീലകത്തിൻ്റെ അകത്തേക്ക് കയറുന്ന ആ പടിയുടെ തൊട്ടടുത്താണ് ഞാൻ ഭഗവാനെ കണ്ടത്. ഞാനപ്പോൾ വിചാരിക്കുകയും ചെയ്തു, ഇവിടെ ഒരാൾക്ക് ഇരുന്ന് പൂജ കഴിക്കാനോ നിവേദ്യം തയ്യാറാക്കിയാൽ നീതിക്കാനോ ഒക്കെ ഉള്ള സ്ഥലമുണ്ടോ? അത്ര ചെറുതല്ലേ ഈ ശ്രീലകം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ വിശ്വസിച്ചത് എനിക്ക് നന്നായിട്ട് കണ്ടു തൊഴാൻ ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ എൻ്റെ അടുത്തേക്ക്, എൻ്റെ കണ്ണിനടുത്തേക്ക് ഭഗവാൻ ഇങ്ങോട്ട് വന്നതാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ശ്രീലകത്തിന് ഇത്രയും അറകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ അടുത്താണ് ഭഗവാനെ കണ്ടത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭക്ത ഉള്ളറിഞ്ഞ ഭഗവാനെ വിളിച്ചപ്പോൾ ആ വിഗ്രഹം ഇങ്ങോട്ട് മുന്നോട്ട് വന്നു എന്ന് തന്നെയാ വിശ്വസിക്കേണ്ടേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയാ ഭഗവാൻ നമ്മളെ ഇങ്ങനെ കൊണ്ട് നടത്തുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ളതിന് ഒരു കണക്കുമില്ല എന്ന് വേണം പറയാൻ അല്ലേ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അത്രയ്ക്ക് ഭക്തരോട് എന്താ പറയാ,
അഡിക്റ്റാണ് ഭഗവാൻ. അതാ പറയാനുള്ളത്. അതിലും നല്ലൊരു വാക്കില്ല പറയാൻ തന്നെയാണ് തോന്നണത്. അടുത്തതായിട്ട് വേറൊരു ഭക്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അവസരം ഭഗവാൻ ഒരുക്കി തന്നത് തന്നെ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. മനസ്സ് നിറഞ്ഞ് കേൾക്കാറുമുണ്ട്. ഒരു പെൺകുട്ടിക്ക്, ഒരു ഭക്തയ്ക്ക്, അമൃത എന്നാട്ടോ പെൺകുട്ടിയുടെ പേര്, അമൃതയ്ക്ക് ഗുരുവായൂരപ്പനെ വന്ന് കണ്ടു തൊഴുമ്പോൾ ഭഗവാന്റെ ഒരു പട്ട് വേണം, ഭഗവാന് ചാർത്തിയ പട്ടോ പട്ടുകോണകമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിത്രേ. അപ്പോൾ അമൃത വന്ന് ഭഗവാനെ തൊഴുതു. മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദം വാങ്ങുന്ന സമയത്ത് കളഭവും പൂവും അതുപോലെ തന്നെ ഒരു പട്ടുകോണകവും കദളിപ്പഴവും കൂടി കിട്ടി. അപ്പോൾ ഈ പട്ടുകോണകം ഒരു തുണി ആയതുകൊണ്ട് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. പട്ടുകോണകം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു പക്ഷേ പട്ടിൻ്റെ ഒരു തുണിയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതൊരു ചുവന്ന തുണി മാത്രമാണ്. അപ്പം ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഇത് തന്നെയായിരിക്കുമോ പട്ടുകോണകം എന്നിങ്ങനെ ആലോചിച്ച് ഈ കുട്ടി ഇത് കയ്യിൽ പിടിച്ച് വരുമ്പോൾ മറ്റൊരു സ്ത്രീ എന്നിട്ട് ഒരു പൂവ് ചോദിച്ചു. ഈ പൂവ് കൊടുത്ത അവര് പറഞ്ഞു, കുട്ടിക്ക് ഇതൊക്കെ പൊതിയാൻ ഒരു കടലാസ് വേണോ എന്ന് ചോദിച്ചിട്ട് ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കടലാസ് കൊടുത്തു അത്രേ. അപ്പോൾ ഈ കുട്ടി ആ കടലാസ് വാങ്ങി അത് പൊതിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഈ കടലാസ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അതിൽ എഴുതിയിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ എന്നാണ്. അത് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നി, ഗുരുവായൂരപ്പൻ എനിക്ക് തന്നതല്ലേ ഇത്, അപ്പോൾ ഇത് തന്നെയാണോ പട്ട്? ഉടനെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് തന്നെയാണോ പട്ടുകോണകം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സംശയവും ഇല്ല, ഇതാണ് ഭഗവാന്റെ പട്ടുകോണകം എന്ന് പറയണത് എന്ന്. അപ്പം ആ കുട്ടി കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് എഴുതിയതും കൂടി കണ്ടപ്പോൾ, ചില ആളുകൾ നമുക്ക് ഗിഫ്റ്റ് തരുമ്പോൾ അവരുടെ ബൈ ഇന്ന ആള് എന്നൊക്കെ പറഞ്ഞ് തരാറില്ലേ, അതേമാതിരി ഇങ്ങോട്ട് വാങ്ങി ഞാൻ ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എന്താണോ എൻ്റെ ഉണ്ണികൃഷ്ണനോട് പ്രാർത്ഥിച്ചിട്ട് പോയത് അതാണ് എനിക്ക് ഭഗവാൻ നടത്തി തന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ എത്ര പേർക്ക് ഉണ്ടാവില്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരു ദിവസം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആർക്കെല്ലാമാണ് നൽകുന്നത് അല്ലേ. നമുക്കും അനുഗ്രഹം ഉണ്ട് കേട്ടോ. നമ്മളുടെ ഉള്ളിലേക്ക് ചിന്തിക്കാത്തത് കൊണ്ടാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലുള്ള കൃഷ്ണാനുഭവങ്ങളിലൂടെ ഭഗവാന്റെ ആ ഒരു മഹിമ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു കേട്ടോ. നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വ ദുഃഖ വിനാശന, സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.